അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് നേരെയാണ്. നമ്മൾ ഈദാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന സമയത്ത് നാട്ടിൽ ചിലപ്പോൾ ഈദായിട്ടുണ്ടാവും, ഈദ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരം വയ്ക്കാം. അപ്പോൾ മോർണിംഗ് നീച്ച് പള്ളിയിലൊക്കെ പോയി ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാതിരിക്കുകയാണ്. നമുക്ക് മോർണിംഗുള്ള ഫുഡാണ് ഇന്നത്. ഇഡ്ഡലിയും സാമ്പാറും വിത്ത് അച്ചാർ. അച്ചാർ നമുക്ക് നാട്ടിൽ നിന്ന് വന്നാട്ടോ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച അച്ചാറാണ്. അപ്പോൾ അതും ഇഡ്ഡലിയും സാമ്പാറും നല്ല ചായ ഉണ്ട്. ഇതാണ് നമ്മളെ മോർണിംഗ് ഫുഡ് ഇന്ന് ഈദ് ഡേ. ഇത് കഴിഞ്ഞ് കുറച്ച് പരിപാടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, പുറത്തിറങ്ങാനുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണും. ആദ്യം മോർണിംഗ് ഫുഡ് ഒന്ന് കഴിച്ച് ചെയ്യണം. അതിനകത്തെ ഫുഡ് കഴിച്ച് ഇതാണ് നമ്മുടെ ഈദ് ഡ്രസ്സ്, ഷർട്ട്, പിന്നെ പാൻറ്റ്. അതിനുണ്ട് ഷർട്ട് നമ്മൾ ഇഞ്ച് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നല്ല. സത്യം പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. നോക്കിയ എടുത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നല്ലോണം വലുപ്പമുള്ളൊരു ഷർട്ടായി പോയിട്ടോ. നമ്മൾ ടേസ്റ്റിനൊക്കെ സാധനം കിട്ടിയില്ല. പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് ഒപ്പിച്ച് അതിലിട്ടതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി വെക്കാം. പിന്നെ നമ്മൾ അടിക്കാൻ കാര്യങ്ങൾക്കൊന്നും കൊടുക്കാൻ സമയം ഉണ്ടായിട്ടില്ല. ഇന്ന് പെരുന്നാളെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നമ്മളെടുത്ത് ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മൾ എടുത്ത് വന്നത്. അപ്പോൾ ടേസ്റ്റ് അങ്ങനെ വലുപ്പം കൂടി പോയിട്ടുണ്ട്. നല്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഏതായാലും നമുക്ക് ഷർട്ടൊന്ന് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ടീഷർട്ട് ഉണ്ട്, ടീഷർട്ട് ഇട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം. എന്നിട്ട് അതിൽ പിക്കടിക്കാം. എന്ന ഷർട്ടല്ലേ ചേഞ്ച് ചെയ്താൽ. അപ്പോൾ ടീഷർട്ടും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ടീഷർട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് പുറത്ത് ചെയ്ത് കാണാം. അതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതിൽ വലിയ കംഫർട്ടല്ല. ഷർട്ട് മാറ്റി ടീഷർട്ട് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മേക്ക് ഓവർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡ്രസ്സ്, ഏത് ഡ്രസ്സ്. നേരെ നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യണം. ലിഫ്റ്റ് വന്ന് നേരെ അടിയിൽ പോകണം. എന്നിട്ട് ബാക്കി കാഴ്ചകൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ എന്തൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങിയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഉറങ്ങിയിട്ടില്ല. അതാണ് സത്യം പറഞ്ഞാൽ. ഒരു രാവിലെ നമ്മൾ നേരെ പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഇതൊക്കെ തന്നെ. ഉറക്കൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മോർണിംഗ് എണീറ്റ്. അപ്പോൾ ഇന്ന് എണീക്കാന്ന് വെച്ചാൽ ഇന്ന് ഉറങ്ങിയിട്ടില്ല, സംഭവമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിടന്നിട്ടില്ലെന്ന്. നേരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നേരെ പള്ളിയിൽ പോയി. അപ്പോൾ അതങ്ങനെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ ഡ്യൂട്ടിക്ക് പോവാം. എന്നിട്ട് നൈറ്റ് ഇനി ഉറക്കമുള്ളൂ കേട്ടോ. പിന്നെ പെരുന്നാളാണ്, നമുക്ക് വേറെ സമയമൊന്നുമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പെരുന്നാൾ അങ്ങോട്ട് തീരും. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഒരുപാട് നമ്മൾ മിസ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലുണ്ടാകുന്ന സമയത്ത് പെരുന്നാൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളത് കൂട്ടുകാരൊപ്പം ട്രിപ്പ് പോവാം, ഫാമിലിനൊത്ത് യാത്ര പോവുക. അതൊക്കെ ഉണ്ടോ. നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ലീവും കാര്യങ്ങളൊക്കെ 2-3 ദിവസം കിട്ടി. നമ്മൾ മൊത്തം ട്രിപ്പും കാര്യങ്ങളാവും, ഫാമിലിയും ഫ്രണ്ട്സും. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ആവശ്യമുള്ളിടത്ത് പോവുക. അതായിരുന്നു അവിടെയുള്ള ലൈഫ്. പെരുന്നാൾ അതുപോലെ ഒഴിവുള്ള ദിവസങ്ങൾ ഫോണാണെങ്കിലൊക്കെ. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ മിസ്സിങ്. ഏതായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഒന്ന് നേടാൻ വേണ്ടി ഒന്ന് നമ്മൾ വിട്ടു കൊടുക്കേണ്ടി വരുമെന്ന് പലയിടത്തും കേട്ടില്ല. അതേപോലെ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ ലൈഫാണ് ഇതൊക്കെ. അതോ അതൊക്കെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഏതായാലും ക്യാമറ നമ്മൾ കൈമാറിയിട്ടുണ്ട്. നമ്മൾ ഷെയിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈദിൻ്റെ ഡ്രസ്സ്. നേരത്തെ ഇട്ടിരുന്ന ഷർട്ട് നമ്മളോണ്ട് ഒഴിവാക്കി. കാരണം അത് വളരെ ലൂസാണ്. അത് ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ടീഷർട്ട് ഏതായാലും എടുത്തിട്ട് ടീഷർട്ട് എടുത്ത് വന്ന് പിന്നെതാ പാൻറ്റ്. ഈ ഷൂ ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഷൂ കേട്ടോ, വേറെ പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. നമ്മൾ ഷർട്ടും ടീഷർട്ടും എടുത്തിട്ടുള്ളൂ. ഷർട്ട് ഏതായാലും മൂഞ്ചിപ്പോയി. ഈ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ പാകാവട്ടെ. ആ ഒരു അത്രയും വലിയൊരു സൈസാണ്. എടുത്തോടുത്ത് പാളിയതാണ്. ഞാൻ തന്നെ നോക്കിയെടുത്താൽ പിന്നെ കിട്ടിയ ഗ്യാപ്പിന് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം കൊണ്ട് എടുത്ത സാധനമാണ്. ഏതായാലും പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ആവും, അല്ലെങ്കിൽ അടുപ്പിച്ചാൽ സെറ്റാവും. ഏതായാലും കുറച്ചിങ്ങനെ നടക്കണം. പെരുന്നാളൊക്കെ അടിപൊളിയാക്കണം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, നേരത്തെ ഇട്ട ആ ഒരു ഷർട്ടാണോ ഈ ടീഷർട്ടാണോ ഒന്നും കൂടി ബെറ്റർ എന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് നല്ല അടിപൊളി ബിരിയാണി വരും. അത് കഴിക്കുക, നേരെ ഡ്യൂട്ടിക്ക് പോവുക. പിന്നെ ഷോപ്പിലാണ് ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുവൈത്തിൽ 2-3 അപകടം കാര്യങ്ങളൊക്കെ നടന്ന്, ഫയറും കാര്യങ്ങളൊക്കെ നടന്ന് അതുകൊണ്ട് പ്രോഗ്രാമൊന്നുമില്ല. ഷോപ്പിലുണ്ടായിരുന്ന പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്ത്. ഏതായാലും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഒന്ന് ഉറങ്ങണം കുറച്ച് നേരം. കാരണം തീരെ ഉറങ്ങിയിട്ടില്ല കേസ്. ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് ഉറങ്ങട്ടെ. തീരെ വയ്യ. നമ്മൾ തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ. തീരെ ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. പോയി ഒന്ന് ഉറങ്ങട്ടെ സെറ്റായിട്ട്.
നീച്ചിട്ട് കാണാം. രണ്ടാമത്തെ ദിവസം, രണ്ടാം പെരുന്നാളാണ്. നാട്ടിലൊക്കെയാണ് രണ്ടാം പെരുന്നാൾ, ഒന്നാം പെരുന്നാളൊക്കെ ഉള്ളത് കേട്ടോ. നമുക്ക് ആ ഒരു സമയം കഴിഞ്ഞാലേ നമ്മളെ പെരുന്നാളൊക്കെ ഏകദേശം തീരുമാനമാവും. കാരണം നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇന്നത്തെയും പോലെ പെരുന്നാളായിരുന്നു, ഉറങ്ങിപ്പോയി, സമയം പോയി. രണ്ടാമത്തെ ദിവസം ചൂടൊക്കെ ഈ ഒരു സമയത്ത് കുറവാണ്. ഇപ്പോൾ വല്ലാതെ ചൂട് തോന്നുന്നില്ല, കാരണം അന്നൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ഹീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഇതൊക്കെ പെരുന്നാൾക്കത്തെ ഡ്രസ്സാട്ടോ. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റിയിടും. 3-4 കൂട്ടം നമ്മൾ എടുത്തിട്ടുണ്ട് പെരുന്നാൾക്ക്. നമ്മൾ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ഉണ്ടായിരുന്നു, അടിപൊളി ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് നമ്മൾ എന്താ പറയുക ഷോപ്പിൽ പോയി. ഇന്നലെ മെയിനായിട്ട് വന്ന് കിടന്ന് ഡ്യൂട്ടിക്ക് പോയി വന്ന് പിറ്റേന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. അതൊക്കെ തന്നെയാണ് അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പെരുന്നാൾ അന്ന് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ. പിറ്റേന്നായപ്പോൾ തന്നെ പെരുന്നാളായി, അതുകൊണ്ട് നമ്മൾ വീഡിയോ ലൈറ്റായും പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പെരുന്നാൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് എന്ത് പറഞ്ഞാലും നാട്ടിലത്തെ അത്ര ഒരു രസമൊന്നും കിട്ടില്ല കേട്ടോ. നാട്ടിൽ ഫ്രണ്ട്സ്, ട്രിപ്പ് കാര്യങ്ങൾ അതൊരു വേറെ തന്നെ വൈബാണ്. ഒരിക്കലും ഇവിടെ നിന്ന് നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല. പിന്നെ ഉള്ള ഫ്രണ്ട്സ് നമുക്ക് വൈബാണെന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് പോവും. എങ്കിലും ചെറിയൊരു മിസ്സൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരും, കാരണം ഇവരെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണും. ഈ കണ്ടിന്യൂ വീഡിയോ ചെയ്യാൻ കഴിയൊന്നും തോന്നുന്നില്ല, കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ വിഷയം അതാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഉറക്കം തന്നെ മുഖ്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. നമുക്കിപ്പോൾ മുന്നിലിപ്പോൾ അടിപൊളി നമ്മൾ മുമ്പ് കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ ഇട്ടുന്ന വ്യൂ സൂപ്പർ വ്യൂ ആട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂവിൽ വീഡിയോ എടുക്കുന്നത്. പുതിയൊരു വ്യൂ നമ്മൾ ട്രൈ ചെയ്യുകയാണ്. നമ്മൾ എടുക്കുന്ന വ്യൂ മാറ്റിയിട്ട് വേറൊരു വ്യൂവിലിട്ടാണ്. വൈഡൊന്നല്ല, അത് വേറൊരു സൂപ്പർ വ്യൂ എന്ന് പറയും, അതിലെടുത്താണ്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇതിലെടുക്കാം. ഇതെടുക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണാം. 360 ഡിഗ്രിയിലുള്ള മൊത്തം കാണാം. നമ്മളെ വൈഡ് ആംഗിൾ പോലെ തന്നെ മൊത്തത്തിൽ കാണാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. എങ്കിൽ നമുക്ക് ഇതിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇത് മാറ്റാം. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യട്ടെ നിങ്ങൾ, ഇത് വേണോ, സാധാ മുമ്പെടുത്ത ആ ഒരു വ്യൂ തന്നെ വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും അടിപൊളി സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. നല്ല രീതിയിൽ പോകുന്നു, കുറേ കാര്യങ്ങൾ നടക്കുന്നു, കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നുണ്ട്. കാരണം അങ്ങനെയല്ലോ, ഒരു കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വേറെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നാണല്ലോ. ശരിയല്ലേ? അപ്പോൾ അതാണ്. പിന്നെ പെരുന്നാളൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ് നാട്ടിലും പെരുന്നാൾ ഉഷാറായിന്ന് അറിഞ്ഞു. അതെന്തില്ല, അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. നാട്ടിലത്തെ സന്തോഷമാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. നമ്മുടെ ലൈഫ്, നമ്മുടെ ഫാമിലി, അതാണ്. നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അക്കോമഡേഷനിൽ റൗണ്ട് അപ്പോൾ ചുറ്റിയിട്ട് നമ്മൾ റിട്ടേൺ അങ്ങോട്ട് തന്നെ പോകുന്നത്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാണ്. നേരെ അക്കോമഡേഷൻ കാണി പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു വീഡിയോ ഫുള്ളാക്കണമല്ലോ എന്നൊന്ന് ഓർത്തപ്പോൾ പുറത്തിറങ്ങിയാണ്. അപ്പോൾ മുന്നിൽ കാണുന്നത് അവിടെ കാണുന്ന നമ്മൾ അക്കോമഡേഷനാണ്. നേരെ അങ്ങോട്ട് എല്ലാം ഇവിടെ റെൻറ്റിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കാറ് റെൻറ്റിന് കൊടുക്കുന്ന ഷോപ്പ്. അടിപൊളി വണ്ടികളാട്ടോ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയൊക്കെയാണ്. ഇതൊക്കെയാണ് കാണാവുന്ന കാഴ്ചകൾ. നമുക്ക് അക്കോമഡേഷനിൽ നിന്ന് റൈറ്റിൽ പള്ളിയുണ്ട്, മസ്ജിദ് ഉണ്ട്. നേരെ ഇനി റൂമിൽ പോകണം. പിന്നെ മുടിയൊക്കെ വെട്ടി പുതിയൊരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളിലൊക്കെയാണ് മുടി വെട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൊളായി പോയപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയതാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു സ്റ്റൈൽ എടുക്കാത്തതാണ്. നമ്മൾ പുതിയ പോസ്റ്റൊക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു സംഭവത്തിലുള്ളൂ കേട്ടോ. എല്ലാവരും പോയി നോക്കുക, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. നല്ല ഗിവേഴ്സ് കൊടുക്കണം ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നാണ്ട് സെറ്റ് ആവുന്നില്ല. ഇനി കൊടുക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുള്ളൂ കേട്ടോ, നല്ല രീതിയിലുള്ള സാധനം കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിൽക്കുക. വേറെന്താ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് എല്ലാവർക്കും ബൈ ബൈ.